ഹലോ, അപ്പൊ എല്ലാവർക്കും ഹെവൻലി ബ്ലിസ് ചാനലിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. അപ്പൊ നമ്മൾ ഇന്ന് ബാരക് മോർ ഡേ 4ലേക്ക് എത്തിയിരിക്കുകയാണ്. അപ്പൊ നമ്മൾ ഇന്ന് എവിടെ എത്തിയിരിക്കുന്നത്? സെന്റ് ഫ്രാൻസിസ് അസീസി യൂണിറ്റിലെ അറങ്ങാശ്ശേരി പീറ്ററേട്ടന്റെ ഭവനത്തിലാണ്. സോ നമുക്ക് അധികം വൈകാതെ തന്നെ ഇവിടുത്തെ ക്രിസ്മസ് വിശേഷങ്ങളും ക്രിസ്മസ് ഒരുക്കങ്ങളും എല്ലാം കേൾക്കാം. ഓക്കെ, കം ഓൺ. ഹാപ്പി ക്രിസ്മസ്. ഓക്കെ, ഹാപ്പി ക്രിസ്മസ്. വെൽക്കം ടു ഹാപ്പി ക്രിസ്മസ്. എന്താണ്, സുഖാണോ? ഓക്കെ, എന്താണ് ഒരു മ്ലാനത? സുഖാണോ? സുഖം. ചിരിക്ക് 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 ചിരിക്ക്. ഓക്കെ, സുഖ. ഓക്കെ, അപ്പൊ നമ്മൾ ഇന്ന് ബാരക് മോർ ഡേ 4 ഇവിടെ എത്തിയിരിക്കുകയാണ്. അപ്പോ ഇവിടെ ക്രിസ്മസ് ഒരുക്കങ്ങളും എന്തൊക്കെയായെന്ന് നമ്മുടെ പ്രേക്ഷകർക്ക് വേണ്ടി പറഞ്ഞു കൊടുക്കണം. അതിനു മുന്നേ നമ്മുടെ ഫാമിലിനെ ഒന്ന് പരിചയപ്പെടുത്തിയാലോ? ഓക്കെ, ഞാൻ അറങ്ങാശ്ശേരി പൊറിഞ്ചുകുട്ടി പീറ്റർ. ഇത് എൻ്റെ ഭാര്യ മീന. ഇത് മൂത്ത മകൻ ഫ്രിൻഡോ പീറ്റർ. എൻ്റെ മൂത്ത മകൻ ഫ്രിൻഡോ പീറ്റർ, രണ്ടാമത്തെ മകൻ ഫ്രിജോ പീറ്റർ. ഫ്രിൻഡോന് 2 മക്കൾ, ആഷ്ലിൻ, ആഷ്മി. ഭാര്യ റോസ്മി. പിന്നെ ഫ്രിജോന് എൻ്റെ ഭാര്യ ജീന. അവർക്ക് 2 മക്കൾ, എവിനും അൻവിയും. ഞാൻ ജോലി ഉണ്ടായിരുന്നു, ഇപ്പോൾ 5 വർഷമായിട്ട് ജോലിയൊന്നുമില്ല. മൂത്ത മകന് ഫ്രിൻഡോ പീറ്റർ, ഇലക്ട്രീഷ്യനാണ് അവൻ. രണ്ടാമത്തെ മകൻ ഫ്രിജോ പീറ്റർ, അവനൊരു ജ്വല്ലറിയിലെ സെയിൽസ്മാനാണ് തൃശ്ശൂർ. ക്രിസ്മസ് ഒരുക്കങ്ങളൊക്കെ എവിടെ വരെയായി? ഒരുക്കങ്ങൾ ആയിക്കൊണ്ടിരിക്കുന്നു. ഞങ്ങൾ താൽക്കാലികമായിട്ട് ഒരു ക്ലിപ്പൊക്കെ ഉണ്ടാക്കി ലൈറ്റ് ഒക്കെ ഇട്ട് വെച്ചിട്ടുണ്ട്. ഇനി വിശദമായിട്ട് അപ്പുറത്ത് ഉണ്ടാക്കണം. കുറച്ച് ഉണ്ടാക്കും. അതെ, ക്രിസ്മസിന്റെ ആ ഒരു വൈബ് എപ്പോഴും നിലനിൽക്കാൻ വേണ്ടിട്ട് സ്റ്റാർട്ടിങ്ങിൽ ഒരു ചെറിയ ക്ലിപ്പ്. ഓക്കെ, പിന്നെ ഇപ്പൊ നമ്മുടെ നോമ്പൊക്കെ എടുത്തിട്ടുണ്ട്. അപ്പൊ ക്രിസ്മസിന്റെ ആത്മീയമായിട്ടുള്ള ഒരുക്കങ്ങളൊക്കെ എന്താ? കുടുംബ പ്രാർത്ഥനയുണ്ട്, കുമ്പസാരമുണ്ട്, കഞ്ഞിണ്ട്, അതൊക്കെ ഉണ്ട്. പള്ളിയിലേക്ക് പോകും. ഇടയ്ക്ക് ഇടയ്ക്ക് സുഖമില്ലാത്ത കാരണം കുറച്ച് പോകില്ല. ഞങ്ങളൊക്കെ പോകും, അങ്ങനെ പള്ളിയിലൊക്കെ പോകും. ഓക്കെ, അപ്പൊ നല്ല ആത്മീയമായിട്ട് ദൈവത്തോട് അടുത്ത് ചേർന്നിട്ട് നല്ലൊരു ക്രിസ്മസ് ഇങ്ങനെ ഒരുങ്ങിക്കൊണ്ടിരിക്കുകയാണ്, നല്ലൊരു ക്രിസ്മസിന് വേണ്ടിയിട്ട്. ഓക്കെ, വെരി ഗുഡ്. എല്ലാവർക്കും ഒരു മാതൃകയാണ്. ആത്മീയമായിട്ടുള്ള ഒരുക്കാണ് നമ്മുടെ ക്രിസ്മസിന് വേണ്ടത്. അപ്പൊ ഈ കുടുംബ പ്രാർത്ഥന ഒക്കെ എത്തിക്കുമ്പോ അതിനിങ്ങനെ കൃത്യമായ സമയം കാര്യങ്ങളൊക്കെ ഉണ്ടാവില്ലേ? സമയങ്ങളും കാര്യങ്ങളൊന്നുമില്ല. ഞങ്ങള് എത്തിപ്പെടുന്നതിന്റെ ഇതനുസരിച്ചാണ് ഞങ്ങൾ പ്രാർത്ഥന എത്തിക്കാറുള്ളത്. എല്ലാരും എത്തിയിട്ട് അനിയൻ വരില്ല, ഞാൻ ഉണ്ടാവും, എല്ലാ ആൾക്കാരും ഉണ്ടാവും. അവൻ വരുമ്പോ ഒരു 9 മണി 9:30 ആവും. അപ്പൊ നമുക്ക് ആ സമയം ഇതാക്കാൻ പറ്റില്ല. അപ്പോഴും പിള്ളേരൊക്കെ ഉറങ്ങും, എല്ലാ കാര്യങ്ങളും ചെയ്യും. അപ്പൊ നമുക്ക് അത് ഇതാക്കാൻ പറ്റില്ല. ഞാൻ വന്ന് കുളി കഴിഞ്ഞ് എല്ലാ കാര്യങ്ങളും കഴിഞ്ഞ് കുടുംബ പ്രാർത്ഥന എത്തിക്കും. ഒരുമിച്ച് എല്ലാരും കൂടി ഒരുമിക്കാൻ പറ്റില്ല. അനിയൻ വരുമ്പോ നേരാവും, ഒരാള് വരും. ബാക്കിയുള്ളവരൊക്കെ ഞങ്ങൾ എല്ലാരും കൂടിയിട്ട് ഞായറാഴ്ച ദിവസങ്ങളിലൊക്കെ ഞങ്ങൾ എത്തിക്കും. കുടുംബത്തോട് ചേർന്നിട്ടുള്ള കുടുംബ പ്രാർത്ഥന. ഓക്കെ, അപ്പോ ചേച്ചിമാരെ, നമ്മുടെ ഉണ്ണിയോളൊക്കെ ഏകദേശം ഒരു ഏജിലുള്ളവരാണ്. അപ്പൊ ഈ ക്രിസ്മസിന് ഇങ്ങനെ ഒരുക്കുക, നോമ്പൊക്കെ എടുത്ത് ഒരുക്കുക എന്ന് പറയുന്നത് കുറച്ച് ടാസ്ക് പിടിച്ച പണിയാണ്. അപ്പൊ എങ്ങനെയാ അതൊക്കെ ഇങ്ങനെ നന്നായി പോണോ? നന്നായി പോകുന്നു. അതെ, നോമ്പൊക്കെ എടുത്തിട്ടുണ്ട്. എങ്ങനെയാ സുഹൃത ജപമൊക്കെ ചൊല്ലി ഒരുങ്ങണുണ്ടാ? സുഹൃജപം പറഞ്ഞേ. എന്റെ ഉണ്ണീശോയെ, എന്റെ ഹൃദയത്തിൽ നിന്റെ സ്നേഹം നിറയ്ക്കണമേ. ഓ ഗുഡ്. ഇങ്ങനെ സുഹൃത ജപമൊക്കെ ചൊല്ലിയിട്ട് എന്താണ് നമ്മുടെ ക്രിസ്മസിനെ ഉണ്ണീശോനെ ആരുടെ ഹൃദയത്തിലാ വരവേൽക്കണ്ടേ? എന്റെ. അതെ, അപ്പൊ നല്ല കുട്ടിയായിട്ട് ഇതുപോലെ തന്നെ സുഹൃത ജപമൊക്കെ ചൊല്ലിയിട്ട് എല്ലാ വർഷവും ഈശോനെ ഹൃദയത്തില് വരവേറ്റിക്കോളൂ കേട്ടാ. ഓക്കെ, ഗുഡ് ഗേൾ, കീപ് ഇറ്റ് അപ്പ്. നമുക്കൊരു പാട്ട് പാടില്ലേ? ഓക്കെ, കുഞ്ഞു മനസ്സിൻ നമ്പരങ്ങൾ ഒപ്പിയെടുക്കാൻ വന്നവനാം ഈശോയെ, ഈശോയെ ആശ്വാസം നീയല്ലോ. കുഞ്ഞായി വന്നു പിറന്നവൻ, കുഞ്ഞുങ്ങളാകാൻ പറഞ്ഞവൻ, സ്വർഗത്തിൽ ഒരു
പൂന്തോട്ടം നല്ല കുഞ്ഞുങ്ങൾക്കായി തീർത്തവനെ. നീ വരൂ പൂന്തന്നലായി, നീ വരൂ പൂന്തിങ്കളായി. നീ വരൂ പൂന്തന്നലായി, നീ വരൂ പൂന്തിങ്കളായി. കുഞ്ഞു മനസ്സിൻ നൊമ്പരങ്ങൾ ഒപ്പിയെടുക്കാൻ വന്നവനാം ഈശോയേ ആശ്വാസം നീയല്ലോ. അപ്പൊ നമ്മുടെ പ്രേക്ഷകർക്ക് വേണ്ടി നമുക്ക് എല്ലാവർക്കും ഒരുമിച്ച് ഒരു ഹാപ്പി ക്രിസ്മസ് പറഞ്ഞാലോ? യേശുക്രിസ്തുവും നമ്മുടെ ക്രിസ്ത്യാനികളും തമ്മിലുള്ള വ്യത്യാസം എന്തെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. യേശുക്രിസ്തു ദൈവപുത്രനാണ്. നമ്മൾ മനുഷ്യരായ ക്രിസ്ത്യാനികളൊക്കെ നമ്മൾ മനുഷ്യപുത്രരാണ്. യേശുക്രിസ്തു 100% പരിശുദ്ധനായിട്ട് ജീവിച്ചു. നമ്മൾ മനുഷ്യരായ ക്രിസ്ത്യാനികൾ 1% നമ്മൾ പരിശുദ്ധരായിട്ട് ജീവിക്കാൻ നമുക്ക് പരിശ്രമിക്കണം. നമ്മൾ നമ്മുടെ ജീവിതത്തിന് ഒരു ആത്മശോധന ചെയ്തൊന്ന് നോക്കാം. അതാണ് എനിക്ക് ഈ ക്രിസ്മസിന് എല്ലാവർക്കും കൊടുക്കാനുള്ള ഒരു മെസ്സേജ്. താങ്ക് യു, ദാറ്റ് വാസ് എ ഗുഡ് മെസ്സേജ്. ഓക്കെ, താങ്ക് യു സോ മച്ച്. ഓക്കെ, താങ്ക് യു. ബാറക് മോർ ഡേ 4 ഇന്നോടെ സമാപിക്കുകയാണ്. So cameraman Alfiodoppam, Angelina and Christina is signing off from you. Bye.